വരക്കാൻ ഇഷ്ടമാണ്, ബട്ട് വരക്കാൻ അറിയില്ല എന്ന് പറയുന്നവർ കമോൺ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ട്രസ്റ്റ് മീ, യു ക്യാൻ ഡ്രോ. ഈ വീഡിയോ കണ്ടിട്ടാരും വരക്കാൻ അറിയില്ല എന്ന് ഒരിക്കലും പറയരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെൻറ്റാങ്കിൾ ആർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വരക്കുന്നത് ഡോംസിൻ്റെ സ്കെച്ച് ബുക്കിലാണ് കേട്ടോ. ഇത് 150 GSM തിക്നെസ് ഉണ്ടായതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പേജിക്ക് കളർ സ്മഡ്ജ് ആവുന്നുള്ള ടെൻഷന് വേണ്ട. അപ്പോൾ ആദ്യം ഒരു ഹേർട്ട് ഷേപ്പ് വരയ്ക്കുക, എന്നിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുക. ഓരോ ലൈൻസിലും ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. പിന്നെ സെൻറ്റാങ്കിൾ ആർട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആർട്ട് ലൈക്ക് യോഗ. ഇത് റിലാക്സ് ആവാനും ഫോക്കസ്ഡ് ആവാനും സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആർട്ടാണ്. സോ ഒരു വെടിക്ക് രണ്ട് പക്ഷി അല്ലേ, വരക്കലുമായി സ്ട്രെസ് റിലീഫും ആയി. പിന്നെ കളർ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാട്ടോ കിട്ടിയത്. ഈവനിങ് സൺലൈറ്റ് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇതാ ഞാനിരിക്കുമ്പോഴത്തേന് ഇതാണ് അവസ്ഥ. ഇതാ ഓരോ ലൈന് ഇടവിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ശേഷം ഇതിനൊക്കെ ഒരു ബബിൾ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കോർണറിലും ഒന്ന് ഷേപ്പ് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് ചെയ്തതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ആർട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു റൂൾസോ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ്റോ ആവശ്യമില്ല. അതുപോലെ മൈൻഡിന് കൂടുതൽ പ്രഷറും കൊടുക്കണ്ട. അപ്പോൾ ഒക്കെ ഫില്ല് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയുണ്ടോ ലുക്ക്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഒന്നുകൂടെ മുഞ്ചാക്കാൻ ആ ഹാർട്ട് ഷേപ്പിനും കൂടെ കളർ ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ സെൻറ്റാങ്കിൾ ആർട്ട് ആകുമ്പോൾ അതിൽ ടാങ്കിൾ എന്തായാലും ആണല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ലൈനിൽ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അടുത്ത ലൈനിൽ റൗണ്ട് ഷേപ്പിൽ ലൈൻ വരക്കാം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് വേണമെന്ന് നിങ്ങളാട്ടോ തീരുമാനിക്കണ്ടേ. പിന്നെ ജേണലിൻ്റെ ബാക്കി നമ്മൾ മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.